الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നാം ആരോഗ്യത്തോടുകൂടി ഈ മാസത്തെ സ്വീകരിച്ച് അതിന്റെ അവസാന നാളുകളിലാണ് നാം ഉള്ളത്. ധാരാളം നന്മകൾ നേടിയെടുക്കേണ്ട മാസം പടിയിറങ്ങുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധ റമദാനിന്റെ നന്മകൾ നാം ഓരോരുത്തരും നേടിയിട്ടുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും പാപക്കറകൾ കഴുകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാത്തവൻ നശിക്കട്ടെ എന്ന പ്രാർത്ഥിക്കപ്പെട്ടവരിൽ, ആ ഹതഭാഗ്യരിൽ നാമെങ്ങാനും ഉൾപ്പെട്ടു പോകുമോ? ആത്മാർത്ഥമായ തൗബ നിർവഹിച്ച് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. തൗബ ചെയ്ത് മടങ്ങാത്തവനാണ് മഹാ അക്രമി എന്ന് വിശുദ്ധ ഖുർആൻ. തഫ്സീർ സഅദിയിൽ കാണാം, ഫന്നാസു ഖിസ്മാനി. ലോകത്തുള്ള മനുഷ്യരെ മൊത്തം എടുത്താൽ ജനങ്ങളെല്ലാം രണ്ട് വിഭാഗമാണ്, മൂന്നാമത്തെ ഒരു വിഭാഗമില്ല. ആരാണവർ? ളാലിമുൽ ലിനഫ്സിഹി ഗൈറു തായിബ്. തൗബ ചെയ്യാതെ അക്രമത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം വതായിബുൽ മുഫ്ലിഹുൻ. തൗബ ചെയ്ത് തെറ്റിൽ നിന്ന് മടങ്ങി, ആത്മാർത്ഥമായ മടക്കം അവരിൽ നിന്ന് മടങ്ങി, ആ തിന്മകളിൽ നിന്ന് അവർ മടങ്ങി വിജയിച്ചവരാണവർ. വലാ സമ്മ ഖിസ്മുൻ സാലിസുൻ ഗൈറുഹുമാ. അവിടെ മൂന്നാമത്തെ ഒരു വിഭാഗമില്ല. ഈ രണ്ട് വിഭാഗത്തിൽ നാം ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നതെന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആജ്ഞയാണ് തൗബത്തുൻ നസൂഹ് നമ്മളിൽ നിന്നുണ്ടാകണമെന്ന്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ നിർവഹിക്കണം, നിഷ്കളങ്കമായ തൗബ. എന്താണ് നസൂഹായ തൗബ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്, അത്തൗബത്തുൻ നസൂഹ് അൻ യതൂബ മിനദ്ദംബി സുമ്മ ലാ യഊദ ഇലൈഹി. ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പിന്നെ ഒരിക്കലും മടങ്ങിപ്പോവാത്ത തൗബ. ഏതുപോലെ? കമാ ലാ യഊദുൽ ലബനു ഇലദ്ദറഅ. അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് തിരിച്ച അകിടിലേക്ക് കയറാത്ത വിധം തിന്മകളിലേക്ക് തിരിച്ചു പോകാത്ത തൗബയാണ് തൗബത്തുൻ നസൂഹ്. ആ രൂപത്തിലുള്ള തൗബ നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ?
റമദാനിന്റെ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ തഖ്വ കൈവരിക്കണമെന്നതാണ്. റമദാൻ വിടവാങ്ങുമ്പോ ആ തഖ്വ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് തഖ്വ? ഇജ്അൽ ബൈനക വബൈന അദാബില്ലാഹി വിഖായ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷയുടെയും നമ്മുടെയും ഇടയിലുള്ള രക്ഷാകവചമാണ് തഖ്വ. ആ തഖ്വ കൈ മുതലായിട്ട് റമദാൻ വിടവാകുമ്പോ നമ്മുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന ചിന്തയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ടത്. പരിശുദ്ധമായ റമദാൻ വിടവാങ്ങുമ്പോ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ സലഫുകൾ, പൂർവികർ, അവരെ 6 മാസത്തോളം ആരോഗ്യത്തോടുകൂടി ഈ മാസത്തെ വരവേൽക്കാൻ, ആ മാസത്തെ ധന്യമാക്കാൻ അവർ ദുആ ചെയ്തിരുന്നു. ആ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് 6 മാസം ആ ചെയ്ത അമലുകൾ റബ്ബിങ്കൽ ഖബൂലാക്കാൻ ആത്മാർത്ഥമായ പ്രാർത്ഥന അവരിൽ നിന്നുണ്ടായിരുന്നു എന്നതാണ്. കുറെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നതല്ല, മറിച്ച് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ, അമലുകൾ അല്ലാഹുവിങ്കൽ ഖബൂലാക്കപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനം. സലഫുകൾ അവരുടെ ഒരു അമൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹം അവർ പ്രകടിപ്പിക്കുമായിരുന്നു. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുക തഖ്വയുള്ളവരിൽ നിന്നു മാത്രമാണ്, മുത്തഖീങ്ങളിൽ നിന്നു മാത്രമാണ്. എന്റെ ഒരു അമൽ റബ്ബിങ്കൽ സ്വീകാര്യമായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് തഖ്വയുണ്ട്, ഞാൻ മുത്തഖിയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സലഫുകൾ അവരുടെ ഒരു അമൽ സ്വീകരിക്കപ്പെട്ടോ എന്ന് അറിയാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. നമ്മളൊക്കെ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, രാത്രി നിന്ന് നമസ്കരിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുന്നുണ്ട്, അമലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളൊക്കെ റബ്ബിങ്കൽ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നതാണ് വിഷയം. ആ വിഷയത്തിൽ സലഫുകൾ ഭയപ്പാടുള്ളവരായിരുന്നു. അവരുടെ അമലുകളെങ്ങാനും സ്വീകരിക്കാതെ പോകുമോ എന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ കഅബാലയം നിർമ്മിക്കുന്നത്. ആ കഅബാലയം നിർമ്മിച്ച ശേഷം അവരുടെ ദുആ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, കബൂലാക്കണേ. നീയെല്ലാം കേൾക്കുന്നവനാണ്, നീയെല്ലാം അറിയുന്നവനാണ്. കലർപ്പില്ലാത്ത, കളങ്കമില്ലാത്ത കർമ്മത്തിനുടമകളാണ് ഇബ്രാഹിം, ഇസ്മായിൽ അലൈഹിമസ്സലാത്തു വസ്സലാം. എന്നിട്ടും അവർ അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ കബൂലാക്കണേ എന്ന് അവർ ദുആ ചെയ്തെങ്കിൽ ആ ഒരു ശീലം നമ്മളിൽ എത്രമാത്രം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്തിരുന്നു. 15ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. അത്തരം സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന ഒരു പ്രാർത്ഥന ശ്രദ്ധേയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിലാവത്തിന്റെ സുജൂദിൽ നിർവഹിച്ച ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അക്തുബ് ലീ ബിഹാ ഇൻദക അജ്റ വളഅ അന്നി ബിഹാ ബിസ്റ വജഅൽഹാ ലീ ഇൻദക ദുഖറ വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ് സുജൂദിൽ കിടന്നുകൊണ്ട്, റബ്ബേ ഇതൊരു പുണ്യമായി നിന്റെ അടുക്കൽ രേഖപ്പെടുത്തണേ, ഇതിനാൽ ഒരു പാപം എനിക്ക് മായ്ക്കപ്പെട്ടു തരണേ, എന്റെ പദവി ഉയർത്തപ്പെട്ടു തരണേ. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കർമ്മങ്ങൾ നീ സ്വീകരിച്ചതുപോലെ എന്റെ അമലും കബൂലാക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ സുജൂദിൽ കടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കബൂലാക്കാനുള്ള ദുആ നിർവഹിച്ചത് നമുക്ക് കാണാൻ കഴിയണം. അവിടെ അമലുകൾ ചെയ്യുന്നതിലപ്പുറം ആ അമലുകൾ കബൂലാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കണമെന്നതാണ്. നമ്മുടെ അമലുകൾ ആകാശത്തേക്ക് കയറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന ഒരു വ്യാകുലത ചെയ്ത അമലുകളെ കുറിച്ച് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അത് വിശ്വാസിയുടെ ലക്ഷണമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ആയത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. വല്ലദീന യുഅ്തൂന മാ ആതവ ഖുലൂബുഹും വജില.
അവർ ചെലവഴിക്കുമ്പോ ഹൃദയം നെടുങ്ങിയിട്ടാണ് അവർ ചെലവഴിക്കുക, പേടിച്ചിട്ടാണ് കൊടുക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, അവർ പേടിക്കുന്നതിന്റെ കാരണം എന്താണ്? അവർ കുറ്റവാളികളായതുകൊണ്ടാണോ, മദ്യപിക്കുന്നവരായതുകൊണ്ടാണോ, മോഷ്ടിക്കുന്നവരായതുകൊണ്ടാണോ അവർ ഭയപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖിന്റെ മകളെ, ഒരിക്കലുമല്ല, അവർ നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ദാനധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതോടൊപ്പം അവർ കൊടുക്കുമ്പോ ഇതെങ്ങാനും സ്വീകരിക്കപ്പെടുമോ, പെടാതെ പോകുമോ എന്ന ഭയപ്പാട് അവരെ പിടികൂടിയിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് മറുപടി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ ചെയ്യുന്ന അമലുകളെ കുറിച്ച് ഒരു ഭയപ്പാട്, ഇത് കബൂലാക്കാതെ പോകുമോ എന്ന ഒരു ഭയപ്പാട് നമ്മളിൽ ഉണ്ടാകുന്നതോടൊപ്പം അത് കബൂലാക്കാൻ വേണ്ട പ്രാർത്ഥന നിരന്തരമായി നമ്മളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കണം. മറ്റൊരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹൗരി ബഅദൽ ഖൗർ. ഖൗറിന് ശേഷം ഹൗറിനെ തൊട്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. കൗർ ഹൗർ രണ്ട് പദപ്രയോഗങ്ങൾ. കൗറിന് ശേഷം ഹൗറിനെ ഭയപ്പെടുന്നു. സൽപ്രവർത്തികൾ ധാരാളം ചെയ്തു, എന്നിട്ട് തിന്മകൾ കൊണ്ട് ആ സൽപ്രവർത്തികളെ കെടുത്തിക്കളയുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. താൻ ചെയ്ത പുണ്യം താൻ തന്നെ കെടുത്തിക്കളയുന്ന അവസ്ഥ, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളോട് പറഞ്ഞു, ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയാൻ പാടില്ല. അമലുകൾ അസാധുവാകുന്ന അവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? നന്മ ധാരാളക്കണക്കിന് ചെയ്ത് തിന്മകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, വലാ തകൂനു കല്ലതീന ഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. മക്കത്തൊരു ഭ്രാന്തി പെണ്ണുണ്ടായിരുന്നു. ഭ്രാന്തിയാണെങ്കിലും പത്രമായി കയറ് പിരിച്ചു ഉണ്ടാക്കും. പക്ഷേ പിരിച്ച കയറിനെ അവൾ തന്നെ അതിന്റെ പിരി ഉടച്ചു കളയുകയും ചെയ്യുന്ന ഒരു ഭ്രാന്തിയായ പെണ്ണിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ പെണ്ണിനെ പോലെ ചെയ്ത അമലുകളെ ബാത്തിലാക്കി കളയുന്ന അവസ്ഥ നിങ്ങളിൽ ഒരിക്കലും ഉണ്ടായി തീരാൻ പാടില്ല. പരിശുദ്ധ റമദാനിന്റെ ആത്മവിശുദ്ധി നാം നേടി റമദാൻ പടിയിറങ്ങുമ്പോ ചെയ്തതൊക്കെ ഉടച്ചു വാർക്കുന്ന, അതിനെ അസാധുവാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടുകയാണ്, ഖൗറിന് ശേഷം ഹൗറിനെ ഭയക്കുന്നു. ധാരാളം പുണ്യം ചെയ്യാൻ അവസരമുണ്ടായി, ആ പുണ്യം നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്തു. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പുണ്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും സംഭവിക്കൽ എന്താണ്? പെരുന്നാൾ വരുന്നതോടുകൂടി തന്നെ റമദാനിന്റെ ചൈതന്യമെല്ലാം കെടുത്തുമാറു രൂപത്തിൽ ഹറാമുകളിലേക്ക് പോകുന്നു. വേണ്ടാത്തത് കാണുകയും വേണ്ടാത്തത് കേൾക്കുകയും വേണ്ടാത്തത് പറയുകയും വേണ്ടാത്തത് ചെയ്യുകയും ചെയ്ത് ആ രൂപത്തിൽ ചെയ്ത അമലുകളൊക്കെ ബാത്തിലാക്കി കളയുന്ന അവസ്ഥ വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടുന്ന വിഷയമാണിത്. ചെറുപാപങ്ങൾ പലപ്പോഴും നിസ്സാരമായി കണ്ട് അത് വൻ പാപമായി മാറി നമ്മുടെ അമലുകളൊക്കെ അത് പൊളിച്ചു കളയാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വൻ പാപത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അമലുകൾ ആ നിലക്ക് നശിപ്പിക്കപ്പെട്ട് ചെയ്തതൊന്നുമില്ലാത്ത ശൂന്യഹസ്തവുമായിട്ടാണ് നാളെ റബ്ബിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നതെങ്കിലുള്ള അവസ്ഥ ഗൗരവത്തിൽ നാം നോക്കിക്കാണേണ്ടതാണ്. ഈദുൽ ഫിത്റാണ് നമ്മിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് സുദിനം വന്നാൽ പ്രവാചകൻ ആഹ്ലാദിച്ചിട്ടുണ്ട്, സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഹാദാ ഈദുൻ അഹ്ലൽ ഇസ്ലാം, ഇത് മുസ്ലിമീങ്ങളുടെ ഈദാണ്, ആഘോഷമാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മേനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആഘോഷിക്കാൻ, നമുക്ക് ആഹ്ലാദിക്കാൻ രണ്ട് സുദിനങ്ങൾ, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരുന്ന സന്ദർഭം, അവിടെ വരുമ്പോ മദീനാവാസികൾ അവിടെ ആഘോഷിക്കുമായിരുന്നു, കളിക്കുമായിരുന്നു, വിനോദിക്കുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണിതെന്ന് ചോദിച്ചപ്പോ അവിടെ ആഘോഷിക്കുന്ന മുസ്ലിങ്ങൾ പറയുമായിരുന്നു, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടം മുതൽ ആഘോഷിച്ചു വരുന്ന രണ്ട് ആഘോഷമാണിത് എന്ന് പറയുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹാ ഖൈറൻ മിൻഹുമാ,
ആ രണ്ട് ആഘോഷങ്ങൾക്ക് പകരം അതിനേക്കാളും ഏറ്റവും ഉത്തമമായ രണ്ട് ആഘോഷങ്ങൾ നിങ്ങൾക്കിതാ അല്ലാഹു സുബ്ഹാനഹു തആല പകരം നൽകിയിട്ടുണ്ട്. അത് ഈദുൽ ഫിത്റും ഈദുൽ അൽഹയുമാണ്. ഇതിൽ ആഘോഷിക്കാൻ, ആഹ്ലാദിക്കാൻ നമുക്ക് അനുവാദം തന്നു. മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ബനു അർഫിദ എന്നു പേരുള്ള ഹബശക്കാർ അവർ കളിച്ചു, വിനോദിച്ചു. ഹബശക്കാർ കളിച്ചപ്പോ അവരുടെ യുദ്ധ ഉപകരണങ്ങൾ കൊണ്ടാണ് അവർ പള്ളിയിൽ കളിക്കുന്നത്. കായികാഭ്യാസ കളിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അത് കൗതുകത്തിൽ നോക്കി. മസ്ജിദുൻ നബവിയിലാണ് സംഭവം. കളിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഹുജറയിൽ നിന്ന് ഇത് കാണുവാൻ, മസ്ജിദുൻ നബവിയിലേക്ക് കാണുവാൻ പ്രയാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആയിഷ, നിങ്ങൾക്കിത് കാണാൻ പൂതിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിന്നിൽ നിർത്തി. എന്നിട്ട് പ്രവാചകന്റെ ശിരോവസ്ത്രം കൊണ്ട് ഒരു ചെറിയ മറ തീർത്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ താട വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കവിളും പ്രവാചകന്റെ കവിളും ഒട്ടിനിന്നുകൊണ്ട് ആ കളി കാണുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹക്ക് മതിവരുവോളം ആ കായികാഭ്യാസ കളി കാണുകയുണ്ടായി എന്ന് കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹബശക്കാരുടെ കളി കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് കയറി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്നു. അദ്ദേഹം കാണുകയാണ് അപ്പുറത്ത് ഹബശക്കാർ കളിക്കുന്നു. ഈ കാഴ്ച കണ്ട ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മണൽ വാരി എറിഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലാണോ നിങ്ങളുടെ ഈ കളി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹും യാ ഉമർ, ഉമർ അവരെ വിട്ടേക്കൂ, അവർ കളിക്കട്ടെ. ദൂനക്കും യാ അബി അർഫിദ, ബനു അർഫിദക്കാരെ, നിങ്ങളത് വിഷയമാക്കണ്ട, പ്രശ്നമാക്കണ്ട, നിങ്ങൾ കളിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും വിശ്വാസികളോടും പ്രവാചകൻ പറഞ്ഞു, അന്ന് മദീനയിൽ രണ്ട് വിമത വിഭാഗമാണ്, ജൂതരും ക്രൈസ്തവരും. അവരറിയട്ടെ, ഇന്ന ഫീ ദീനിനാ ഫുസ്ഹ, നമ്മുടെ ദീനിൽ ഒരു ഫുസ്ഹത്തുണ്ട്, നമ്മുടെ ദീനിലും ഫുസ്ഹത്തുണ്ട്. അഥവാ ദീൻ എളുപ്പമാണ്, ദീന് മിതത്വമാണ്. ഇത്തരം വിനോദങ്ങൾ, അനുവദിക്കപ്പെട്ട വിനോദങ്ങൾ നമ്മുടെ ദീനിലുണ്ടെന്നവർ മനസ്സിലാക്കട്ടെ, ജൂതരും ക്രൈസ്തവരും മനസ്സിലാക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ക്രൈസ്തവർ അന്ന് സന്യാസ ജീവിതത്തിൽ, അവരുടെ ആത്മീയതയിൽ, ആ നിലക്കുള്ള സന്യാസത്തിൽ കേളികേട്ടവരായിരുന്നു. അഥവാ ഭൗതിക ജീവിതത്തോട് പൂർണ്ണമായും ബന്ധം വിട്ട് പൂർണ്ണ സന്യാസത്തിലായിരുന്നു അന്നത്തെ ക്രൈസ്തവർ. യഹൂദരാകട്ടെ, അവർ ഭൗതികതയിൽ മാത്രം ആശ്രിതരായി ധാർമ്മികത, ആത്മീയത പാടെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു തരം രീതിയായിരുന്നു ജൂതർ സ്വീകരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ദീനിൽ, ഇസ്ലാമിൽ ആത്മീയതയുണ്ട്, അതിൽ ധാർമ്മികതയുണ്ട്. അതോടൊപ്പം തന്നെ ഭൗതികതയെ പാടെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു രീതിയല്ല ഇസ്ലാമിനുള്ളതെന്ന് അവർ മനസ്സിലാക്കട്ടെ. ഇതിൽ ഇത്തരം വിനോദങ്ങളുണ്ടെന്ന് അറിയട്ടെ. അതുകൊണ്ട് തന്നെ ഇത് അനുവദിക്കപ്പെട്ടതാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഫീ ദീനിനാ ഫുസ്ഹ, നമ്മുടെ ദീനിൽ ഫുസ്ഹത്തുണ്ട് എന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പിൽക്കാലത്ത് പറയാറുണ്ട്, അതുകൊണ്ട് പെരുന്നാൾ സുദിനങ്ങളിൽ കൊച്ചു പെൺകുട്ടികൾ കളിച്ചാൽ നിങ്ങൾ അവരെ തടുക്കരുത്, പെൺകുട്ടികൾ കളിക്കട്ടെ. അപ്പോൾ നമ്മുടെ ദീനിൽ വിനോദിക്കുന്നതിന് വേണ്ടി, ആഹ്ലാദിക്കുന്നതിന് വേണ്ടി അനുവാദം നൽകപ്പെട്ട ദിവസമാണ് പെരുന്നാൾ സുദിനം എന്നത്. പക്ഷേ അവിടെ അനുവാദം അതിന്റെ അദബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം, അതിന്റെ ഇസ്ലാമികമായ ഹദ് അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം. വിനോദങ്ങൾക്ക്, നിഷിദ്ധങ്ങളിൽ ഇടം നൽകാൻ പാടില്ല, ഹറാമുകളിൽ ഇടം നൽകാൻ വിശ്വാസിക്ക് പാടില്ല, വിനോദങ്ങളിൽ സ്ഖലിതങ്ങൾ പാടില്ല. ഇന്ന് പലപ്പോഴും കാണാൻ സാധിക്കുന്നതാണ് തിയേറ്ററുകൾ, പെരുന്നാളാവകാശം തിയേറ്ററുകളിൽ, അതല്ലെങ്കിൽ മ്യൂസിക്കും സംഗീതവും ഉപയോഗിച്ചുകൊണ്ടുള്ള പെരുന്നാളാഘോഷങ്ങൾ, അതല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കളിൽ ധൂർത്ത് കാണിച്ചുകൊണ്ടുള്ള പെരുന്നാളാഘോഷം. ധന്യമായി സുഭിക്ഷമായി നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം, പക്ഷേ
ദുർവ്യയം നടത്തുന്നവരായി പെരുന്നാളാഘോഷം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു പെരുന്നാളാഘോഷം ദീന് പഠിപ്പിക്കുന്നില്ല. എന്നാൽ പെരുന്നാൾ ഏത് രൂപത്തിലാണ്? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഈ ഭൂമുഖത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്താണ്. അതുകൊണ്ട് തന്നെ ആ ഹിദായത്ത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയ കാരണത്താൽ അല്ലാഹുവിന്റെ വലുപ്പം, അല്ലാഹുവിന്റെ മഹത്വം അത് നിങ്ങൾ പ്രഘോഷിക്കണം, അത് നിങ്ങൾ പ്രഖ്യാപിക്കലാണ് യഥാർത്ഥത്തിലുള്ള പെരുന്നാൾ. അതുകൊണ്ട് പെരുന്നാൾ സുദിനം എന്നത് തക്ബീറിന്റെ ദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഈദ്ഗാഹ് വരെ തക്ബീർ ധ്വനി മുഴക്കിക്കൊണ്ടായിരുന്നു പുറപ്പെട്ടിരുന്നതെന്ന് കാണാം. തക്ബീർ മുഴക്കേണ്ടതുണ്ട്, അതിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്, പ്രത്യേകിച്ച് ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുന്ന സന്ദർഭം. പിന്നെ പെരുന്നാൾ നമസ്കാരം, ഖുതുബ ശ്രവിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് കാരക്ക കഴിച്ചുകൊണ്ടായിരുന്നു പുറപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പോകുന്ന വഴിയും വരുന്ന വഴിയും രണ്ടായിരുന്നു, ഖാലഫത്ത് ത്വരീഖ്, രണ്ട് നിലക്കുള്ള വഴികളായിരുന്നു. കാരണം അതിനെ സംബന്ധിച്ച് മുഹദ്ദിസുകൾ പറയുന്നത്, ഒന്ന്, രണ്ട് വഴികളിലൂടാകുമ്പോ ധാരാളം ആളുകളെ കാണാൻ, അവരുമായി ബന്ധം പുതുക്കാൻ, അവരെ അഭിവാദ്യമർപ്പിക്കാൻ, സലാം പറയാനുള്ള അവസരമുണ്ടാകും. ഇനി അതല്ല, ഈ കാൽവെപ്പുകൾക്ക് ആ വഴി സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാക്ഷിയുണ്ടാകുന്നതിന് വേണ്ടിയാണ് അത് എന്നുള്ള അഭിപ്രായം കാണാം. അതുകൊണ്ട് ആ പെരുന്നാൾ നമസ്കാരം അതിൽ നമ്മൾ സംബന്ധിക്കണം. ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഈദിന്റെ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ ഇത് സുന്നത്തു മുഅക്കദായ സുന്നത്താണെന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു അല്ല, അത് വാജിബാണ് എന്ന് പറഞ്ഞു. ഹനഫി മദ്ഹബിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവർ പറഞ്ഞത് അത് വാജിബ് തന്നെയാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഏതായാലും അതിന്റെ ഹുക്ം എന്താവട്ടെ, അത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. സ്ത്രീകളും കുട്ടികളും അബാലവൃദ്ധം ജനങ്ങൾ സംബന്ധിക്കുന്ന വേദിയാണ് ഈദ് മുസല്ലകൾ. ആർത്തവകാരികൾ വരെ ഈദ്ഗാഹുകളിലേക്ക് പോകണമെന്നും അവരെ കൊണ്ടുപോകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. സ്ത്രീകളെ എത്തിക്കുന്നതിന് വേണ്ടി ചില സ്ത്രീകളെ പ്രത്യേകം നിയോഗിച്ചത് വരെ നമുക്ക് കാണാൻ കഴിയും. ഋതുമതികളായ സ്ത്രീകൾ അവർ നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുനിൽക്കുകയും മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിൽ ഖൈറിൽ അവർ സംബന്ധിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സ്ത്രീകളോട് വരെ അങ്ങനെ പറഞ്ഞെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് അത് ഒരിക്കലും തന്നെ ഒഴിവാക്കാൻ പാടില്ല. പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പ് നമ്മളോട് പറയുന്നത്, റമളാൻ കഴിഞ്ഞിട്ട് 6 നോമ്പ്, ഷവ്വാലിലെ 6 നോമ്പ് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനോടനുബന്ധിച്ച് വസിത്തം മിൻ ഷവ്വാൽ, 6 നോമ്പ് തുടർച്ചയായി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ്. കാനക സുയാമി ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പോലെ എന്ന് പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. റമളാനിൽ ഖളാ വീട്ടാനുള്ള നോമ്പുണ്ടെങ്കിൽ അത് വീട്ടിയതിനു ശേഷമാണ് 6 നോമ്പ് പൂർത്തീകരിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടായ്മ, ദീനിന്റെ പേരിൽ ഒരുമിച്ചു കൂടിയത്, ഇബാദത്തുകൾക്ക് വേണ്ടി, ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചു കൂടിയത്, ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയ ഒരു സംഘം ആളുകൾ അല്ലാഹുവുമായി ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. എന്താണ് അവരുടെ വിഷയം? അവർ പറയുന്നത്, അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങളോടൊപ്പമുള്ള ചില ആളുകൾ, ദുനിയാവിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ചില ആളുകൾ ഇവിടെ അവരെ കാണുന്നില്ലല്ലോ, സ്വർഗത്തിൽ അവരെ കാണുന്നില്ലല്ലോ എന്നതാണ് പരാതി. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവരുടെ ചില തെറ്റുകൾ കാരണം അവർക്ക് നരകം വിധിക്കപ്പെട്ടതാണ്. എന്നാൽ ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അനുമതി കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി ശുപാർശ നടത്താൻ. നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി ശുപാർശ നടത്താൻ ഇവർക്ക് അനുമതി കൊടുക്കുകയും ഇവർ അല്ലാഹുവോട് ശുപാർശ നടത്തുകയും അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഒരു കൂട്ടായ്മ എന്നത് അതായിരിക്കണം. അത് ദുനിയാവിൽ മാത്രമല്ല, നാളെ പരലോകത്ത് ദീനിന്റെ പേരിലുള്ള കൂട്ടായ്മ, അത് നരകത്തിൽ നിന്ന് വരെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നതാവണം. നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, പുണ്യം പ്രവർത്തിക്കുന്ന, ഖൈറായ കാര്യങ്ങളിൽ ഇടപെടുന്ന കൂട്ടായ്മ. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗത്തിൽ
സ്വർഗത്തിലേക്ക് ശിഷ്യന്മാരോട്, തന്റെ മുന്നിലുള്ള വിദ്യാർത്ഥികളോട് പറയാണ്, സ്വർഗത്തിൽ നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഉസ്താദായ ഇബ്നുൽ ജൗസി എവിടെയെന്ന് നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കണം. ഈ ചോദ്യം തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അള്ളാഹുവോട് ചോദിച്ച് നിങ്ങൾ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് കുറെ സമയം അദ്ദേഹം കരഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇത്രമാത്രം വിദ്യാസമ്പന്നനായ ഇസ്ലാമിക വിജ്ഞാന ലോകത്ത് ധാരാളം സംഭാവനകൾ നൽകിയ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പോലും സ്വർഗത്തിന്റെ പേരിൽ മേനി നടിച്ചത് അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവോട് അന്വേഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശഫാഅത്തിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. പറഞ്ഞു വന്നത്, ഒരു നല്ല സംരംഭത്തിൽ, ഒരു കൂട്ടായ്മയിൽ, പുണ്യപ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നേറിക്കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും അധികം നമുക്ക് ഫലം ചെയ്യും. ഇത്രയധികം വിശ്വസിക്കാവുന്ന, ഇത്രയധികം നിർഭയത്വം ലഭിക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു സംഘം, റബ്ബിന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സംഘം വേറെ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ഈ വിഷയത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന മഹാ അനുഗ്രഹം ലഭിച്ച ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു. പരിശുദ്ധ റമളാനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ നന്മകൾ. പൂർവികരോട് ചോദിക്കപ്പെടുകയുണ്ടായി, സുഇല ബഅ്ദു സലഫ് അൻ ഉനാസിൻ യതഅബ്ബദൂന ഫീ റമളാൻ, റമളാനിൽ മാത്രം ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ. ഫഇദൻ സലഖ റമളാൻ തറക്കു, റമളാൻ കഴിഞ്ഞു പോയാൽ അവർക്ക് പിന്നെ ജമാഅത്ത് നിസ്കാരമില്ല, അവർക്ക് പിന്നെ ഖുർആൻ പാരായണമില്ല, പിന്നെ സ്വതക്കകളില്ല, പിന്നെ സൽക്കർമ്മങ്ങളിലൊന്നും അവരെ കാണില്ല. പിന്നെ ഇനി അവരെന്നാ കാണുക? അടുത്ത റമളാൻ വരണം. ബിഅ്സൽ ഖൗം, എത്ര മോശപ്പെട്ട ആളുകളാണ് അവർ. ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ, റമളാനിലല്ലാതെ അവർക്ക് അല്ലാഹനെ അറിയില്ല. അത്തരം ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ കൽപ്പന, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വന്നെത്തുന്നത് വരെ റബ്ബിനെ ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കണം. ഖറഅ ഹസൻ ബസരി ഹാദിഹിൽ ആയ, ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്, ഒരു മുഅ്മിനിന് അവധി എന്നത് അത് മരണമാണ്, അതുവരെ ഇബാദത്തിൽ അവൻ മുഴുകിയിരിക്കേണ്ടതാണ് എന്നതാണ്. അതുകൊണ്ട് ഇത് റമളാനിന് ശേഷവും ഈ പുണ്യത്തിലൂടെ തുടരാൻ നമുക്ക് കഴിയണം. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവശേഷിക്കുന്ന ദിനങ്ങൾ വളരെ തുച്ഛമാണ്, അവയെ നമ്മൾ ധന്യമാക്കുക. ഏതാനും ദിവസം, മണിക്കൂറുകൾ മാത്രമാണ്. നാം നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ്. ഈദിന് മുമ്പായിട്ട്, ഈദ് നമസ്കാരത്തിന് മുമ്പായിട്ട് നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്തുൽ ഫിത്ർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറള സക്കാത്തുൽ ഫിത്ർ മിൻ റമളാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീന ഹുർരിൻ ഔ അബ്ദിൻ ഔ റജുലിൻ ഔ ഇംറഅത്തിൻ ഔ സഗീരിൻ ഔ കബീരിൻ. ഓരോന്നും എടുത്തു പറയുകയാണ്. അഥവാ മുസ്ലിമീങ്ങളിൽപ്പെട്ട സ്വതന്ത്രനാകട്ടെ, അടിമയാകട്ടെ, പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, കുട്ടിയാകട്ടെ, വലിയവരാകട്ടെ, എല്ലാവരുടെ മേലും സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. അത് തുഹറത്തൽ ലിസ്സായിം, നോമ്പുകാരന് വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ശുദ്ധീകരണത്തിനുള്ള മാർഗമാണ്, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണവുമാണ്. നമസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ്, ഈദ് നമസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് അത് നൽകിയിരിക്കണം. സഹാബികൾ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് കൊടുത്താലും കുഴപ്പമില്ല, സഹാബികൾ അങ്ങനെ കൊടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും. എന്നാൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം അത് നൽകുക എന്നത്
അനുവദനീയമല്ല. മൻ അദ്ദാഹ ഖബ്ല സ്വലാ ഫഹിയ സകാത്തും മഖ്ബൂല. അത് നമസ്കാരത്തിന് മുമ്പ് നൽകപ്പെട്ടതാണെങ്കിൽ അത് സക്കാത്തായിട്ട് പരിഗണിക്കപ്പെടും. അതല്ല വമൻ അദ്ദാഹ ബഅദ സ്വലാ ഫഹിയ സദഖത്തും മിന സദഖാത്ത്, ശേഷമാണ് നൽകുന്നതെങ്കിൽ അത് വെറും സ്വതക്കയായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈദിന് മുമ്പ്, ഇത് നമസ്കാരത്തിന് മുമ്പ് അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈദിന്റെ എല്ലാ സുന്നത്തുകളും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ് അന്ന് കുളിക്കണമെന്നും നല്ല ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാർ സുഗന്ധം പൂശിയിട്ടായിരിക്കണം ഈദിലേക്ക് വരേണ്ടത്. എന്തെല്ലാം സുന്നത്തുകളുണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇവിടെ നിന്നങ്ങോട്ട് മരണം വരെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഒരു മാറ്റം ഈ റമദാനിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരികയാണ് എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി അടുത്ത ഒരു 11 മാസ കാലഘട്ടത്തിലെ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പ്, നമസ്കാരം, പുണ്യകർമ്മങ്ങൾ എല്ലാം റഹ്മാനായ റബ്ബ് കബൂലാക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകളെല്ലാം റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا ودعاءنا يا رب العالمين وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.